ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ വീരാടൂർ ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 61ാമത് അഖണ്ഡനാമയജ്ഞം നാളെ നടക്കും. ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെയാണ് അഖണ്ഡനാമയജ്ഞം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ചടങ്ങുകൾക്കായി ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി വരുന്നുണ്ട്. 6000-ഓളം പേർക്കാണ് അഖണ്ഡനാമയജ്ഞ ദിനത്തിൽ അന്നദാനം നടത്തുന്നത്. പന്തൽ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തിയായി. രാവിലെ ഗണപതി ഹോമം, അഖണ്ഡ പുഷ്പാഞ്ജലി, പാറക്കടവിലേക്ക് എഴുന്നള്ളത്ത് എന്നിവയും ചടങ്ങുകളിൽ പ്രധാനമാണ്. 4 മണിക്ക് ഭജനോടത്തിൽ വെച്ചിട്ട് ഗണപതി ഹോമം നടക്കും. അതിനുശേഷം ശ്രീകോവിലിലെ വിളക്ക് നമ്മളെ പ്രത്യേകം തയ്യാറാക്കുന്ന അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ വെച്ചിട്ട് അഖണ്ഡ പുഷ്പാഞ്ജലിയാണ് ഒരു ദിവസം നടക്കുന്നത്. 24 മണിക്കൂർ നാളെ ഉദയം മുതൽ മറ്റന്നാൾ ഉദയം വരെ ആണ് അഖണ്ഡ പുഷ്പാഞ്ജലിയായിട്ടാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പാറക്കടവിലേക്ക് എഴുന്നള്ളത്തുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ശുദ്ധിയാക്കി തിരിച്ചു വന്ന് എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റന്നാൾ രാവിലെ ഈ അഖണ്ഡനാമയജ്ഞം അവസാനിക്കുകയുള്ളൂ. നിലമ്പൂരിലെ അഖണ്ഡ പുഷ്പാഞ്ജലി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് TN രാജേന്ദ്രവർമ്മ, വൈസ് പ്രസിഡന്റ് PA വിജയകുമാർ, സെക്രട്ടറി KK രാമനാഥൻ, ട്രഷറർ KP രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K കൃഷ്ണചന്ദ്രൻ, K പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. എല്ലാ വർഷവും നടത്തിവരുന്ന അഖണ്ഡനാമം ഈ വർഷം 2025 നവംബർ മാസം 29-ാം തീയതി, അതായത് വൃശ്ചിക മാസം 1200 വൃശ്ചിക മാസം 13-ാം തീയതിയാണ്. ഇതിൻ്റെ മുന്നോടിയായി സാധാരണ 1-ാം തീയതി മുതൽ ഇതിൻ്റെ തലേ ദിവസം വരെ ഭജനയും അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഭജനയും ഭിക്ഷയും നടത്തി വരുന്നുണ്ട്. ഇത് 61ാമത്തെ അഖണ്ഡനാമമാണ് ഈ വർഷം നടത്താൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ നടന്നു പോകുന്നത്. അതിന് ഭഗവാൻ അയ്യപ്പൻ്റെ കടാക്ഷമുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ ഇതിനെ പ്രവർത്തക സമിതി വളരെയധികം സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ അവരെല്ലാവരും മുൻകൈ എടുക്കുന്നുണ്ട്. 6:30 നമ്മൾ അഖണ്ഡനാമ യജ്ഞം തുടങ്ങും. അതിനു മുന്നേ ഒരു 10 മിനിറ്റ് നേരം ഒരു ഭക്തി പ്രഭാഷണം. അത് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന അതേമാതിരി തന്നെയാണ്. അതിനൊന്നൊരു മാറ്റം വന്നിട്ടില്ല. ഭക്തി പ്രഭാഷണം ചെയ്യുന്ന ആള് ജയപ്രകാശ് സാറെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ TF അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 6:30 തന്നെ നമ്മൾ അഖണ്ഡനാമ യജ്ഞം തുടങ്ങും. അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം ഉദയം വരെയാണ് നമ്മളെ അഖണ്ഡനാമത്തിൻ്റെ അവസാനം. എല്ലാ വർഷത്തും നടത്തുന്നതായി തന്നെ ഒരു മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാ വർഷത്തിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മളെ ഈ പന്തലിടാനും അതേമാതിരി ഭക്ഷണത്തിനും മറ്റുള്ള സഹായങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 6,500-6,500 ആളുകൾ നിന്ന് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട്. അഖണ്ഡനാമയജ്ഞത്തിന്റെ ഭക്തജന തിരക്ക് മുൻകൂട്ടി കണ്ട് വഴിവാണിഭക്കാരും കോവിലകം റോഡിൽ കടകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. Charitra Vivag Bridal Collections by Shobhika Weddings.